ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരുങ്ങി കെട്ടി പുറപ്പെടുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ അച്ഛനും അമ്മയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നൊരു യാത്ര പോകുന്നുണ്ട്. ടൗണിലേക്ക് കെഎസ്ആർടിസി ബസ്സിൽ ഇപ്പോൾ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡ് സീറ്റിലിരുന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ട് നല്ല പാട്ട് കേട്ട് പോകുമ്പോൾ ഉള്ള ഒരു കിട്ടുന്ന ഫീലുണ്ടല്ലോ, അതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഈ കുന്നുകളും വളവുകളും പച്ചപ്പും കാറ്റും നിറഞ്ഞ യാത്രയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം KSRTC തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ യാത്ര പോകുമ്പം ഈ കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളിയാണ്. നമ്മളിതിപ്പോൾ ഈ പോകുന്ന റൂട്ട് തൊടുപുഴയിൽ നിന്ന് പാലായിക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ അമ്മ കിടന്ന് ഉറക്കം തുടങ്ങി. അമ്മ കയറിയതേ ഉറക്കം തുടങ്ങി. അമ്മ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് പാലായിലാണ്. പാലായിൽ കൊച്ചിൻ സാനിവേഴ്സിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം ഈ കൊച്ചിൻ സാനിവേഴ്സിലേക്ക് വന്നിരിക്കുന്നതിനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്കിപ്പം വീട് പണി നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സാനിറ്ററി ഐറ്റംസും ടൈൽസും എല്ലാത്തിൻ്റെ റേറ്റ് എടുക്കാനും അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് വന്നത്. കൊച്ചിൻ സാനിവേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോറൂമുകളിലൊന്നാണ്. അതിൻ്റെ പാലായിലുള്ള ഷോറൂമാണ് കേരളത്തിലെ അവരുടെ ഏറ്റവും വലിയ ഷോറൂം. അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഫ്ലോറിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഇവരുടെ കുറേ കാര്യങ്ങൾ. അത് മുഴുവൻ നടന്ന് കാണാനുള്ള സമയം പോലും കിട്ടിയില്ല. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് നമ്മൾ നടന്ന് കണ്ടു. ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് എടുത്തു. കണ്ടപ്പോൾ തോന്നിയത് ഭയങ്കര ഒരു വലിയ ബഡ്ജറ്റൊന്നും ആവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളങ്ങ് പോയത്. പക്ഷേ നമുക്ക് വേണ്ട ആക്സസറീസിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും മനസ്സിലായി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എന്നാലും ഞാൻ എപ്പോഴും പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. വാ കീറിയ ദൈവം എരയും തരും. ഇങ്ങനെയുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് പറയിവറ്റ പന്തലുകൊല്ലം കഥയിൽ വരരുചി പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇത് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ യാത്ര.